ഈ വർഷത്തെ ലോഗോസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ലോഗോസ് ബൈബിൾ ക്വിസ് 2025 ഏറെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും തന്നെ പല ആവർത്തി ബൈബിള് പഠിച്ചു കഴിഞ്ഞു എന്നറിയാം. എങ്കിലും നമുക്ക് ക്രമമായിട്ട് മത്സരത്തിന് ഒരുക്കമായിട്ട് ഒന്ന് പഠിച്ച് തുടങ്ങാം. ആദ്യമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 2 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 11ഉം 12ഉം അധ്യായങ്ങൾ. പല പ്രാവശ്യം ബൈബിൾ വായിക്കുക, അതിനുശേഷം വീഡിയോ കേട്ട് ചോദ്യോത്തരങ്ങൾ പഠിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. 7 ന്യായാധിപന്മാരെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയും പഠിച്ചു നിർത്തിയിട്ടുള്ളത്. 8ാമത്തെ ന്യായാധിപനായ ജെഫ്തായെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമാണ് കഴിഞ്ഞ വർഷത്തെ പഠനഭാഗത്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത്. അതായത് ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. അതനുസരിച്ച് ഗിലെയാദിലെ നേതാക്കളായ ആളുകൾ അവർ പുറംതള്ളിക്കളഞ്ഞ ജെഫ്തായുടെ അടുത്തേക്ക് തോബ് ദേശത്തേക്ക് ചെല്ലുന്നതും ജെഫ്തായെ യുദ്ധത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും ജെഫ്ത അമ്മോന്യരോട് പോരാടി ജയിക്കുന്നതും, എന്നാൽ ഒടുവിൽ ജെഫ്തായുടെ മകളെ ജെഫ്തായ്ക്ക് ബലി കഴിക്കേണ്ടി വരുന്നതുമായ കാര്യങ്ങളാണ് 11ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ പഠിക്കാം. അധ്യായം 11. 11ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 40 വാക്യങ്ങൾ. 11ാം അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകൾ ഉണ്ട്? 11ാം അധ്യായത്തിന് ഹെഡിങ്ങുകൾ ഇല്ല. 11ാം അധ്യായത്തിൻ്റെ 1ാം വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ജെഫ്തായെക്കുറിച്ച്. ജെഫ്ത ഏത് ദേശക്കാരൻ ആയിരുന്നു? ഗിലെയാദ് ദേശക്കാരൻ. 11:1 ജെഫ്തായെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ശക്തനായ സേനാനി. ജെഫ്ത ആരുടെ പുത്രനായിരുന്നു എന്നാണ് 11:1 പറയുന്നത്? വേശ്യാപുത്രൻ. ജെഫ്തായുടെ പിതാവ് ആര്? ഗിലെയാദ്. ആര് വളർന്നപ്പോഴാണ് ജെഫ്തായെ പുറംതള്ളിയത്? ഗിലെയാദിൻ്റെ സ്വഭാര്യയിലെ പുത്രന്മാർ. നിനക്ക് എന്ത് ലഭിക്കുവാൻ പാടില്ല എന്നാണ് ഗിലെയാദിൻ്റെ സ്വഭാര്യയിലെ പുത്രന്മാർ ജെഫ്തായോട് പറഞ്ഞത്? ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം. നീ ആരാണല്ലോ എന്നാണ് ഗിലെയാദിൻ്റെ പുത്രന്മാർ പറയുന്നത്? അന്യ സ്ത്രീയുടെ മകൻ. ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ഏത് സ്ഥലത്ത് ചെന്നാണ് താമസിച്ചത്? തോബ് എന്ന സ്ഥലത്ത്. തോബ് എന്ന സ്ഥലത്ത് താമസിച്ച ജെഫ്തായുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. ഒരു നീചസംഘം ജെഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്ന കാലത്തുണ്ടായ ഏത് സംഭവത്തെക്കുറിച്ചാണ് 11:4 പറയുന്നത്? അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എവിടേക്കാണ് പോയത്? തോബ് ദേശത്തേക്ക്. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എന്തിനാണ് തോബ് ദേശത്തേക്ക് പോയത്? ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ. ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ തോബ് ദേശത്തേക്ക് പോയത് ആരാണ്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ആര് ആരോട് പറഞ്ഞു? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു. ആര് ജെഫ്തായെ വെറുത്ത കാര്യമാണ് 11:7 പറയുന്നത്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ വെറുത്ത കാര്യം. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ എവിടെ നിന്ന് അടിച്ചിറക്കി എന്നാണ് പറയുന്നത്? പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന്. അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ?
ആര് ആരോട് ചോദിച്ചു? ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. 11:7 ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1. നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? 2. അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ഏത് കാര്യത്തിനാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്. 1. ജഫ്ത അമ്മോന്യരോട് യുദ്ധം ചെയ്യണം. 2. ഗിലെയാദ് നിവാസികളുടെ നേതാവായിരിക്കണം. 11:8 ആരാണ് സംസാരിക്കുന്നത്? ശ്രേഷ്ഠന്മാർ. ഏത് കാര്യത്തിന് തന്നെ കൊണ്ടുപോകുന്ന കാര്യമാണ് 11:9 ജഫ്ത ശ്രേഷ്ഠന്മാരോട് പറയുന്നത്? അമ്മോന്യരോട് പോരാടാൻ. ആര് അമ്മോന്യരെ തനിക്ക് ഏൽപ്പിച്ചു തരുന്ന കാര്യമാണ് ജഫ്ത 11:9 പറയുന്നത്? കർത്താവ്. അമ്മോന്യരോട് പോരാടാൻ ജഫ്തായെ കൊണ്ടുപോവുകയും കർത്താവ് അമ്മോന്യരെ ജഫ്തായ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ജഫ്ത എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഗിലെയാദ് നിവാസികളുടെ നേതാവാകും. ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത്? കർത്താവ്. 11:11 ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയത് ആര്? ജഫ്ത. 11:11 ജഫ്തായെ നേതാവായി സ്വീകരിച്ചത് ആര്? ജനം. ജഫ്ത ആദ്യമായി ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ച്? മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച്. എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോടെന്താണ് വിരോധം? ആര് ആരോട് ചോദിച്ചു? ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അമ്മോന്യരുടെ ഏതു സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് 11:13 അമ്മോന്യ രാജാവ് പറയുന്നത്? അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം. ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ സ്ഥലം ഇപ്പോൾ എങ്ങനെ തിരികെ കിട്ടണം എന്നാണ് അമ്മോന്യ രാജാവ് പറയുന്നത്? യുദ്ധം കൂടാതെ. ആരുടെയൊക്കെ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല എന്നാണ് 11:15 ജഫ്ത പറയുന്നത്? മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരും വഴി എവിടെ കൂടിയാണ് ചെങ്കടൽ വരെ എത്തിയത്? മരുഭൂമിയിൽ കൂടി. 11:16 അനുസരിച്ച് ചെങ്കടൽ വരെ എത്തിയ ഇസ്രായേൽ ജനം പിന്നീട് എത്തിയത് എവിടെ? കാദഷിൽ. ഇസ്രായേൽ ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചത് ആരോടാണ്? ഏദോം രാജാവിനോട്. ഇസ്രായേൽ ആളയച്ച് ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവാദം ചോദിച്ചത് ആരോടാണ്? മോവാബ് രാജാവിനോട്. ദേശത്തിലൂടെ കടന്നു പോകാനായി ഇസ്രായേൽ ജനം കാദഷിൽ നിന്ന് അനുവാദം ചോദിച്ചത് ഏതെല്ലാം രാജാക്കന്മാരോടാണ്? ഏദോം രാജാവിനോടും മോവാബ് രാജാവിനോടും. ദേശത്തിലൂടെ കടന്നു പോകാൻ ഏദോം രാജാവും മോവാബ് രാജാവും സമ്മതിക്കാതിരുന്നപ്പോൾ ഇസ്രായേൽ ജനം താമസിച്ചത് എവിടെ? കാദഷിൽ. കാദഷിൽ താമസിച്ചതിന് ശേഷം ഇസ്രായേൽ ഏത് സ്ഥലത്തു കൂടിയാണ് യാത്ര ചെയ്തത്? മരുഭൂമിയിലൂടെ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ എവിടെയാണ് എത്തിയത്? മോവാബിന് കിഴക്ക്. ഏതെല്ലാം സ്ഥലങ്ങൾ ചുറ്റിയാണ് മോവാബിന് കിഴക്ക് എത്തിയത്? ഏദോമും മോവാബും. മോവാബിന് കിഴക്ക് എത്തിയ ഇസ്രായേൽ ജനം എവിടെയാണ് താവളമടിച്ചത്? അർണോന്റെ മറുകരെ. അവർ എവിടെ പ്രവേശിച്ചതേയില്ല എന്നാണ് 11:18 പറയുന്നത്?
മോവാബിൽ. മോവാബിൻ്റെ അതിർത്തി ഏത്? അർണോൺ. 11:19 ഇസ്രായേൽ ആരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അവരുടെ ദേശത്തു കൂടി കടന്നു പോകാനുള്ള അനുവാദമാണ് ചോദിക്കുന്നത്? ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോൻ്റെ അടുക്കൽ. തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്നത് ആർക്ക്? സീഹോന്. ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതിയത് ആര്? സീഹോൻ. എവിടെ താവളമടിച്ചാണ് സീഹോൻ ഇസ്രായേലിനോട് പൊരുതിയത്? യാഹാസിൽ. യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതിയത് ആര്? സീഹോൻ. സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആര്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്തു? സീഹോനെയും അവൻ്റെ ജനത്തെയും പരാജയപ്പെടുത്തി. സീഹോനെയും അവൻ്റെ ജനത്തെയും പരാജയപ്പെടുത്തിയ ഇസ്രായേൽ ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ആരുടെ ദേശമാണ് പിടിച്ചെടുത്തത്? അമോര്യരുടെ. അർണോൺ മുതൽ ഏത് സ്ഥലം വരെയുള്ള അമോര്യരുടെ ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്? ജാബോക്ക് വരെ. മരുഭൂമി മുതൽ എവിടം വരെയുള്ള അമോര്യരുടെ ദേശം മുഴുവനുമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്? ജോർദാൻ വരെ. അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള സ്ഥലം ആരുടേത് ആയിരുന്നു? അമോര്യരുടേത് ആയിരുന്നു. തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തിയത് ആര് എന്നാണ് 11:22 പറയുന്നത്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ആരുടെ ദൈവമാണ് കെമോഷ്? അമ്മോന്യരുടെ ദൈവമാണ് കെമോഷ്. ഞങ്ങൾ എന്ത് കൈവശമാക്കും എന്നാണ് ജെഫ്ത അമോര്യ രാജാവിനോട് 11:24 പറയുന്നത്? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ. 11:24 കാണുന്ന ദൈവം ഏത്? കെമോഷ്. 11:24 കാണുന്ന സിപ്പോർ ആരാണ്? മോവാബ് രാജാവ്. ബാലാക്ക് ആരാണ്? സിപ്പോറിൻ്റെ പുത്രൻ. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആരാണ്? ബാലാക്ക്. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? ആര്? അമ്മോന്യ രാജാവ്. അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? ആര്? ബാലാക്ക്. അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? ആര് ആർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് 11:25 ചോദിക്കുന്നത്. ഇസ്രായേലിനെതിരെ ബാലാക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. 11:25 ജെഫ്ത എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഏതെല്ലാം? 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? 2. അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? 3. അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? ഇസ്രായേൽ 300 വർഷം ഏതെല്ലാം സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ള കാര്യമാണ് 11:26 പറയുന്നത്? ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, അരോവേറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും. ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, അരോവേറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തു ചെയ്തില്ല എന്നാണ് ജെഫ്ത അമ്മോന്യ രാജാവിനോട് പറയുന്നത്? അവ വീണ്ടെടുത്തില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ഏത് നിലയ്ക്ക്? ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക്. ന്യായാധിപനായ കർത്താവ് ഇന്ന് എവിടെ ന്യായവിധി നടത്തട്ടെ എന്നാണ് ജെഫ്ത പറയുന്നത്? ഇസ്രായേല്യർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക്. അമ്മോന്യ രാജാവ് വകവെച്ചില്ല.
എന്താണ് വകവയ്ക്കാതിരുന്നത്? ജെഫ്തായുടെ സന്ദേശം. 11:29 കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചത് ആരിൽ? ജെഫ്തായിൽ. കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചപ്പോൾ ജെഫ്ത ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ കടന്നാണ് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയത്? ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്നു. ജെഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നതായി കാണുന്നത് ഏത് അധ്യായ വാക്യങ്ങളിലാണ്? 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ. കർത്താവ് അമ്മോന്യരെ ജെഫ്തായുടെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഏതു ബലി അർപ്പിക്കും എന്നാണ് ജെഫ്ത പറയുന്നത്? ദഹന ബലി. ദഹനബലിയായി എന്ത് അർപ്പിക്കുമെന്നാണ് ജെഫ്ത പറയുന്നത്? അമ്മോന്യരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ ജെഫ്തായെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ ആരുടേതായിരിക്കും എന്നാണ് പറയുന്നത്? കർത്താവിൻ്റേത്. 11:32 എഴുതുക. ജെഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവരെ വകവരുത്തി. ഏത് പട്ടണം മുതൽ എവിടം വരെയാണ് വകവരുത്തിയത്? അരോവേർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമീം വരെയും. അരോവേർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമീം വരെയും എത്ര പട്ടണങ്ങൾ ഉണ്ട്? 20 പട്ടണങ്ങൾ. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങുന്നതിന് മുൻപ് എന്ത് നടന്നതായിട്ടാണ് 11:33 പറയുന്നത്? വലിയ കൂട്ടക്കൊല. 11:34 അനുസരിച്ച് ജെഫ്തായുടെ വീട് എവിടെയാണ്? മിസ്പായിൽ. ജെഫ്തായുടെ മകൾ അവനെ എതിരേൽക്കാൻ വന്നത് എങ്ങനെയാണ്? തപ്പുകൊട്ടി നൃത്തം വെച്ച്. ജെഫ്തായുടെ മകളെക്കുറിച്ച് 11:34 പറയുന്നത് എന്ത്? അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു, വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. 11:35 ജെഫ്ത എന്ത് ചെയ്തുകൊണ്ടാണ് മകളോട് സംസാരിക്കുന്നത്? വസ്ത്രം കീറിക്കൊണ്ട്. അയ്യോ മകളെ എന്ന് വിളിച്ചതിന് ശേഷം ജെഫ്ത ആദ്യം പറഞ്ഞത് എന്ത്? നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ എങ്ങനെയാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു പോയി എന്നാണ് ജെഫ്ത പറയുന്നത്? കർത്താവിന് വാക്ക് കൊടുത്തുപോയി. എന്തു ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ലെന്നാണ് ജെഫ്ത പറയുന്നത്? നേർച്ചയിൽ നിന്ന് പിന്മാറാൻ. എന്തനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക എന്നാണ് ജെഫ്തായുടെ മകൾ പറയുന്നത്? പിതാവേ, അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് എന്ത് ചെയ്തല്ലോ എന്നാണ് ജെഫ്തായുടെ മകൾ പറയുന്നത്? ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ എന്ന്. എവിടെ പോയി വിലപിക്കുന്ന കാര്യമാണ് 11:37 ജെഫ്തായുടെ മകൾ പറഞ്ഞത്? പർവ്വതങ്ങളിൽ പോയി. ആരോടൊത്ത് പോകുന്ന കാര്യമാണ് പറയുന്നത്? സഖിമാരോടൊത്ത്. എന്തിനെ പ്രതിയാണ് വിലപിക്കുന്നത്? തൻ്റെ കന്യാത്വത്തെ പ്രതി. എത്ര നാളത്തേക്കാണ് വിലപിക്കേണ്ടത്? 2 മാസത്തേക്ക്. 2 മാസത്തേക്ക് അവളെ അയക്കുന്നതിന് മുൻപ് ജെഫ്ത അവളോട് പറഞ്ഞത് എന്ത്? പൊയ്ക്കൊള്ളുക. ജെഫ്തായുടെ മകൾ ആരോടൊത്താണ് പർവ്വതങ്ങളിൽ താമസിച്ചത്? സഖിമാരോടൊത്ത്. സഖിമാരോടൊത്ത് 2 മാസം പർവ്വതങ്ങളിൽ താമസിച്ച ജെഫ്തായുടെ മകൾ എന്താണ് ചെയ്തത്? തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. 11:39 എഴുതുക. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ അവളോട് എന്തു ചെയ്തു എന്നാണ് 11:40 പറയുന്നത്? അവൻ നേർന്നിരുന്നത് പോലെ. 11:40 ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോയിരുന്നത്? 4 ദിവസം.
ജഫ്തായുടെ പുത്രിയെ ഓർത്ത് കരയാൻ പോയിരുന്നത് ആര്? ഇസ്രായേൽ പുത്രിമാർ. 11-ാം അധ്യായത്തിൽ ഗിലെയാദ്കാരനായ ജഫ്ത എന്ന് കാണുന്നത് ഏതെല്ലാം വാക്യങ്ങളിലാണ്? 1-ാം വാക്യത്തിലും 40-ാം വാക്യത്തിലും. അധ്യായം 12. 12-ാം അധ്യായത്തിൻ്റെ ആദ്യം നമ്മൾ കാണുന്നത് അമ്മോന്യരോട് പോരാടി ജയിച്ച് സ്വന്തം മകളെയും ബലി കഴിച്ച ജഫ്തായുടെ അടുത്തേക്ക് എഫ്രായിംകാർ യുദ്ധത്തിന് വരുന്നതാണ്. അപ്പോൾ ജഫ്ത ഗിലെയാദ്കാരെ ഒരുമിച്ച് കൂട്ടി എഫ്രായിംകാരോട് യുദ്ധം ചെയ്തു. പിന്നീട് ജഫ്തായുടെ മരണമാണ് 12-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഗിലെയാദ്കാരനായ ജഫ്ത മരിച്ചു, സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. തുടർന്ന് 9-ാമത്തെയും 10-ാമത്തെയും 11-ാമത്തെയും ന്യായാധിപന്മാരെ പറ്റി ചെറുതായ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 15 വാക്യങ്ങൾ. എത്ര ഹെഡിങ്ങുകളുണ്ട്? ഏതെല്ലാം? 3 ഹെഡിങ്ങുകളാണുള്ളത്. 1 ഇബ്സാൻ, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 ഏലോൻ, 11, 12 വാക്യങ്ങൾ. 3 അബ്ദോൻ, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 12-ന്റെ 1-ൽ യുദ്ധത്തിനൊരുങ്ങിയ എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത്? സഫോണിലേക്ക്. 12-ന്റെ 1-ൽ എഫ്രായിംകാർ സംസാരിക്കുന്നത് ആരോടാണ്? ജഫ്തായോട്. എന്തിന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എഫ്രായിംകാർ ചോദിക്കുന്നത്. നിന്നോടൊപ്പം വരാൻ. എപ്പോൾ നിന്നോടൊപ്പം വരാൻ? ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ. നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് പറയുന്നത്. അഗ്നിക്കിരയാക്കും. നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ആര് ആരുടെ ഭവനത്തെ അഗ്നിക്കിരയാക്കുന്ന കാര്യമാണ് പറയുന്നത്? എഫ്രായിംകാർ ജഫ്തായുടെ. ആര് ആരുമായി വലിയ കലഹത്തിലായി എന്നാണ് 12-ന്റെ 2-ൽ പറയുന്നത്. ജഫ്തായും ജഫ്തായുടെ ജനവും അമ്മോന്യരുമായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ഞാൻ, നിങ്ങൾ, അവർ ആര്? ഞാൻ ജഫ്ത, നിങ്ങൾ എഫ്രായിംകാർ, അവർ അമ്മോന്യർ. എപ്പോഴാണ് ജഫ്ത എഫ്രായിംകാരെ വിളിച്ചതായി പറയുന്നത്? അമ്മോന്യരുമായി വലിയ കലഹത്തിലായപ്പോൾ. എന്തു കണ്ടപ്പോഴാണ് ജഫ്ത അമ്മോന്യർക്കെതിരെ യുദ്ധത്തിന് ചെന്നത്? എഫ്രായിംകാർ ജഫ്തായെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ. എഫ്രായിംകാർ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ എങ്ങനെ അമ്മോന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറയുന്നത്. ജീവൻ കയ്യിലെടുത്ത്. ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നപ്പോൾ കർത്താവ് എന്തു ചെയ്തു എന്നാണ് ജഫ്ത പറയുന്നത്. കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ എന്തു ചെയ്യുന്നുവോ എന്നാണ് ജഫ്ത ചോദിക്കുന്നത്. നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ? 12-ന്റെ 4-ൽ ജഫ്ത എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? ഗിലെയാദ്കാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി. 12-4-ൽ ആരോടാണ് ജഫ്ത യുദ്ധം ചെയ്യുന്നത്? എഫ്രായിമിനോട്. എന്തുകൊണ്ടാണ് ഗിലെയാദ്കാർ എഫ്രായിമിനെ തകർത്ത് കളഞ്ഞത്? ഗിലെയാദ്കാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ് എന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദ്കാർ 12-ന്റെ 5-ൽ പിടിച്ചെടുത്തത് എന്ത്? ജോർദാൻ്റെ കടവുകൾ. എഫ്രായിമിൽ നിന്ന് ആര് ഓടിപ്പോകുന്ന കാര്യമാണ് 12-ന്റെ 5-ൽ പറയുന്നത്? ഒരു അഭയാർത്ഥി. ഒരു അഭയാർത്ഥി എന്ത് ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത്? അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന്. അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുന്ന അഭയാർത്ഥിയോട് ഗിലെയാദ്കാർ തിരിച്ചു ചോദിക്കുന്നത് എന്ത്? നീ ഒരു എഫ്രായിംകാരനോ എന്ന്. താൻ എഫ്രായിംകാരനല്ല എന്ന് പറയുന്ന അഭയാർത്ഥിയോട്
ഗിലയാദുകാർ എന്ത് ഉച്ചരിക്കാനാണ് പറയുന്നത്? ഷിബ്ബോലത്ത് എന്ന്. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലയാദുകാർ എന്ത് ചെയ്യും? അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. ജോർദാൻ്റെ കടവുകളിൽ വെച്ച് അന്നാളുകളിൽ വധിക്കപ്പെട്ടവർ എത്ര പേരാണ്? 42,000 പേർ. ജോർദാൻ്റെ കടവുകളിൽ വെച്ച് വധിക്കപ്പെട്ട 42,000 പേർ ആരായിരുന്നു? എഫ്രായിംകാർ ആയിരുന്നു. ജഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? 6 വർഷം. ജഫ്തായുടെ മരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് 12:7 പറയുന്നത് എന്താണ്? ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു, സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു. ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഇബ്സാൻ. ഇബ്സാൻ ഏത് ദേശക്കാരൻ ആയിരുന്നു? ബേത്ലഹേംകാരൻ. ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? 30 പുത്രന്മാർ. ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? 30. ഇബ്സാൻ്റെ 30 പുത്രിമാരെക്കുറിച്ച് 12:9 പറയുന്നത് എന്ത്? സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നവർ. 30 പുത്രന്മാരെയും 30 പുത്രിമാരെയും കൂടാതെ ഇബ്സാന് ഉണ്ടായിരുന്നത് ആര്? തൻ്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിനു വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാർ. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 7 വർഷം. ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ബേത്ലഹേമിൽ. ഇബ്സാന് ശേഷം വന്ന ന്യായാധിപൻ ആര്? ഏലോൻ. ഏലോൻ ഏത് ദേശക്കാരൻ ആയിരുന്നു? സെബുലൂൺ ദേശക്കാരൻ. ഏലോൻ എത്രാമത്തെ ന്യായാധിപൻ ആണ്? 10ാമത്തെ ന്യായാധിപൻ. ഏലോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? 10 വർഷം. ഏലോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെ? സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ. ഏലോന് ശേഷം ഇസ്രായേലിൽ ന്യായവിധി നടത്തിയത് ആര്? അബ്ദോൻ. ഹില്ലേൽ ഏത് ദേശക്കാരൻ ആയിരുന്നു? പിറത്തോൻ ദേശക്കാരൻ. 11ാമത്തെ ന്യായാധിപൻ ആര്? അബ്ദോൻ. അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? 40 പുത്രന്മാർ. അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു? 30. അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? 70 കഴുതകൾ. അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 8 വർഷം. പിറത്തോന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവാക്യങ്ങൾ ഏവ? 12-ാം അധ്യായം 15-ാം വാക്യം. അബ്ദോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെ? പിറത്തോനിൽ. പിറത്തോൻ ഏത് ദേശത്താണ്? എഫ്രായിം ദേശത്ത്. എഫ്രായിം ആരുടെ മലനാട്ടിലാണ്? അമലേക്യരുടെ മലനാട്ടിൽ. ഇബ്സാൻ ന്യായാധിപനെക്കുറിച്ച് എത്ര വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു? 3 വാക്യങ്ങളിലായി. 8, 9, 10. ഏലോൻ ന്യായാധിപനെക്കുറിച്ച് എത്ര വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു? 2 വാക്യങ്ങൾ, 11ഉം 12ഉം. അബ്ദോൻ ന്യായാധിപനെക്കുറിച്ച് എത്ര വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു? 3 വാക്യങ്ങൾ, 13, 14, 15. അധ്യായം 12-ൽ എത്ര ചോദ്യങ്ങൾ കാണുന്നുണ്ട്? 2 ചോദ്യങ്ങളാണ് കാണുന്നത്. 1-ാം വാക്യത്തിൽ എഫ്രായിംകാർ ജഫ്തായോട് ചോദിക്കുന്നു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? 3-ാം വാക്യത്തിൽ ജഫ്ത എഫ്രായിംകാരോട് ചോദിക്കുന്നു, എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ? 11ഉം 12ഉം അധ്യായങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലസ് യു.